നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ LDF-ൽ ഭിന്നത. ഘടകകക്ഷിയായ ജനതാദൾ എസ് പരസ്യ പ്രതികരണവുമായി രംഗത്ത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം LDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. കേരള കോൺഗ്രസ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത 85-ൽ അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായി. ഇടുക്കി ജില്ലാസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിലായി. കഴിഞ്ഞ ദിവസം രാവിലെ 9-ന് പാറേമാവിലുള്ള 10 ഏക്കർ കോളനി നിവാസികളാണ് കടുവയെ കണ്ടത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ LDF-ൽ ഭിന്നത. ഘടകകക്ഷിയായ ജനതാദൾ എസ് പരസ്യ പ്രതികരണവുമായി രംഗത്ത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം LDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി സനൽ മംഗലശ്ശേരിയാണ് രാജിവെച്ചത്. കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്ന അമിത പരിഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. വർഷങ്ങളായി മുന്നണിയിലുള്ള ജനതാദൾ എസിനേക്കാൾ പരിഗണന പുതുതായി എത്തിയ കേരള കോൺഗ്രസിനാണ്. മുമ്പ് പാർട്ടി ജില്ലയിൽ മത്സരിച്ചിരുന്ന സീറ്റുകളെല്ലാം കേരള കോൺഗ്രസിന് നൽകി. LDF യോഗങ്ങൾ പോലും തങ്ങളെ അറിയിക്കാറില്ലെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. CPM അമിത പ്രാധാന്യമാണ് കേരള കോൺഗ്രസിന് നൽകിയതെന്നും ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി സനൽ മംഗലശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 35 വർഷക്കാലമായി LDF-നോടൊപ്പം പ്രവർത്തിക്കുന്ന ജനതാദൾ എസ് എന്ന പ്രസ്ഥാനത്തെ കേരള കോൺഗ്രസിൻ്റെ വരവോടുകൂടി ജില്ലയിൽ പൂർണ്ണമായി അവഗണിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഈ ജില്ലയിലാകെ ഒരു ബ്ലോക്ക് സീറ്റാണ് മത്സരിക്കാൻ തന്നിട്ടുള്ളത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ LDF-ൻ്റെ കൺവീനർ എന്ന നിലയ്ക്ക് ഒരു വാർഡ് സീറ്റ് പോലും തരാൻ CPM തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചും അതുപോലെ തന്നെ ജില്ലയിൽ ഒരു സീറ്റ് മാത്രം തന്നെ പാർട്ടി അപ്പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും LDF-ൻ്റെ ഉടുമ്പൻചോല നിയോജകമണ്ഡലം കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതായി അറിയിക്കുന്നു. മുന്നണി വിടുന്നില്ല, LDF-ൻ്റെ കൺവീനർ സ്ഥാനം മാത്രം രാജിവെക്കുന്നു. മുന്നണിയിൽ തുടർന്ന് പ്രവർത്തിക്കും, പാർട്ടിയിൽ ഉണ്ടാവുകയും ചെയ്യും. പാർട്ടിയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം എടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ഉടുമ്പൻചോല താലൂക്കിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ബ്ലോക്ക് സീറ്റ്, ആ ബ്ലോക്ക് സീറ്റ് ഒരു കാരണവും കൂടാതെ പിടിച്ച് കേരള കോൺഗ്രസിന് കൊടുത്തു. അതുപോലെ തന്നെ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ബ്ലോക്ക് സീറ്റ് പോട്ടെ, ഉടുമ്പൻചോല താലൂക്കിലെ ഒരു വാർഡ് സീറ്റ് പോലും തരാൻ തയ്യാറായിട്ടില്ല. ജില്ലയിലാണെങ്കിൽ ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. കടുത്ത അവഗണന ജനതാദൾ എന്ന പ്രസ്ഥാനം മുന്നണിയിൽ നേരിടുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ കൺവീനർ സ്ഥാനം രാജിവെക്കുന്നത്. കേരള കോൺഗ്രസ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. മണിക്കൂർ തോറും മാറ്റി പറയുന്ന സ്വഭാവം കേരള കോൺഗ്രസിനില്ല. പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും റോഷി അഗസ്റ്റിൻ തൊടുപുഴയിൽ വ്യക്തമാക്കി. പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട്, LDF-ന്റെ ജാതിയെ കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട്. അല്ല, മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ വിഷയത്തിൽ ചെയർമാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പം മുഖ്യമന്ത്രി മിനിസ്റ്ററുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുന്നണി മാറ്റമില്ല. അത് എന്തോ നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല. പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അഭിപ്രായങ്ങളല്ലേ, തീരുമാനമല്ലേ അറിയേണ്ടത്. ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിലുണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ സമീപനങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക്. അത് പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സമിട്ടതെന്ന് എന്ന് പറഞ്ഞത് അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞു. ശരി. ദേശീയപാത 85-ൽ അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക്
പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായി. വാസയോഗ്യമല്ലാതായി തീർന്ന വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് വാടക നൽകുമെന്നതടക്കമുള്ള ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെന്നാണ് പരാതി. ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങിയ കുടുംബങ്ങൾ ഇപ്പോൾ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലുമായി. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത 85 നിർമ്മാണ ജോലികളിൽ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷംവീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്ത് നിന്ന് മണ്ണിടിഞ്ഞെത്തിയതോടെ റോഡിന് താഴ്ഭാഗത്ത് ലക്ഷംവീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടം ഇല്ലാതായി. പ്രദേശവാസിയായ ബിജു മരണപ്പെടുകയും ബിജുവിന്റെ ഭാര്യയ്ക്ക് ഗുരുതര പരിക്ക് സംഭവിക്കുകയും ചെയ്തു. 8 വീടുകൾ പൂർണ്ണമായി തകർന്നു. ദുരന്തശേഷം നടന്ന പരിശോധനയിൽ പ്രദേശം മതിയാം വിധം വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ ഇവിടുണ്ടായിരുന്ന 30ഓളം കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറി. ദുരന്തശേഷം ഈ കുടുംബങ്ങളൊക്കെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു ആദ്യം മാറ്റപ്പെട്ടത്. ക്യാമ്പിൽ തുടരവെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഉറപ്പിന്മേലാണ് കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറാൻ തയ്യാറായത്. എന്നാൽ ഈ ഉറപ്പുകളൊന്നും പിന്നീട് പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പരാതി. നിലവിൽ അപകടത്തിൽപ്പെട്ട കുടുംബത്തിൽ ബിജുവിന് 1 ലക്ഷം രൂപ ധനസഹായം കഴിഞ്ഞ ദിവസം KK കൺസ്ട്രക്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ധ്യയുടെ ചികിത്സാ സഹായം മമ്മൂട്ടി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയും എന്നാൽ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റി 3 ലക്ഷം രൂപ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി തുടർന്നുള്ള സഹായങ്ങളും ഈ കുട്ടിക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മളന്ന് കളക്ടറോടും മറ്റ് മന്ത്രിയോടും എല്ലാം ആവശ്യപ്പെട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളും കൂടി നടപ്പാക്കി തരണമെന്നാണ് നമ്മൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വാടക വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് വാടക കൊടുക്കുന്നില്ല. അപ്പോൾ 3 മാസമായി വാടക കിട്ടിയിട്ട് വാടക വീട്ടിൽ കിടക്കുന്ന ആളുകളുടെ അടുത്ത് വീടുകൾ ഒഴിയാൻ വേണ്ടി വാടകയ്ക്ക് നൽകിയ ആളുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 8 കുടുംബങ്ങൾ കത്തിപ്പാറയിലുള്ള KSEB ക്വാർട്ടേഴ്സുകളിലാണ് താൽക്കാലികമായി കഴിഞ്ഞു വരുന്നത്. മറ്റു കുടുംബങ്ങൾ വാടക വീടുകളിലേക്കും മാറി. എന്നാൽ ഇവർക്ക് നൽകാമെന്നറിയിച്ചിരുന്ന വാടക സംഭവം നടന്ന 3 മാസത്തോടടുക്കുമ്പോഴും ലഭിച്ചിട്ടില്ല. കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരത്തിന് ആനുപാതികമായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നായിരുന്നു ദുരന്ത സമയത്ത് കുടുംബങ്ങൾക്ക് നൽകിയ മറ്റൊരുറപ്പ്. ഇക്കാര്യത്തിലും പുരോഗതി ഉണ്ടായിട്ടില്ല. നനച്ചിരിക്കാതെ എത്തിയ ദുരന്തം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി 30ഓളം കുടുംബങ്ങളെ പെരുവഴിയിലാക്കി. അത്താണി നഷ്ടപ്പെട്ട തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ജില്ലാസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിലായി. കഴിഞ്ഞ ദിവസം രാവിലെ 9-ന് പാറേമാവിലുള്ള 10 ഏക്കർ കോളനിയിലാണ് കടുവയെ കണ്ടത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. 1973 മുതൽ 10 ഏക്കർ പ്രദേശത്ത് താമസിക്കുന്ന സരസമ്മ എന്ന വയോധികയാണ് കടുവയെ കണ്ടത്. സരസമ്മയുടെ വീടിന് പിന്നിൽ വനമാണ്. വീടിന് സമീപം 50 മീറ്റർ മാറി വനത്തിലാണ് കടുവയെ കണ്ടത്. സരസമ്മയെ കണ്ടതിനെ തുടർന്ന് കടുവ മുകൾ ഭാഗത്തുള്ള വനത്തിലേക്ക് ഓടിപ്പോയതായാണ് അവർ പറഞ്ഞത്. ഇവിടെ താമസമാക്കിയതിനു ശേഷം ആദ്യമായാണ് കടുവയെ കണ്ടതെന്ന് സരസമ്മ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം കണ്ടു, അത് കടുവയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതങ്ങോട്ടങ്ങ് ഓടിപ്പോയി. വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ വനപാലകർ ഈ സ്ഥലം മുഴുവൻ പരിശോധിച്ചെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വനംവകുപ്പിന്റെ തൊടുപുഴയിൽ ആയിരുന്ന ഡ്രോൺ ഇടുക്കിയിലെത്തിച്ച പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കടുവയുടെ കാൽപ്പാടോ കാഷ്ടമോ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വരുന്ന 2 ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ CK ആനന്ദൻ പറഞ്ഞു. ഈ പാറേമാവ് 10 ഏക്കർ ഭാഗത്ത് ഒരു കടുവയെ കണ്ടു എന്നുള്ള വിവരം ഒരു 8 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വാർത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയുന്നത്. അന്നേരം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫുകൾ സ്ഥലത്തെത്തുകയും ഈ പരിസരം എല്ലാം വിശദമായി പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധന നടത്തിയതിൽ കടുവയുടെ പക്മാർക്കോ അല്ലെങ്കിൽ കാഷ്ടോ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് ഡ്രോൺ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. ഡ്രോൺ പരിശോധന നടത്തിയാലും നമ്മൾ കടുവയുടെ സാന്നിധ്യമൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് രാത്രിയിലും നാളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധന നമ്മൾ തുടരുന്നതാണ്. കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കഞ്ഞിക്കുഴിയിൽ പുലിയിറങ്ങിയതും ഇടുക്കി പാർക്കിന് സമീപവും കടുവയെ കണ്ടതും കരിമണലിലും മീൻമുട്ടിക്കു സമീപം ആനകൾ ഇറങ്ങിയതും കഴിഞ്ഞയാഴ്ചയിലാണ്.
ഇടുക്കിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കുറവായിരുന്നു. അടുത്ത നാളുകളിലാണ് ഇവയുടെ സാന്നിധ്യം താമസമുള്ള സ്ഥലത്തേക്ക് വ്യാപിച്ചത്. അടിയന്തരമായി വന്യമൃഗശല്യം നേരിടുന്നതിന് വനംവകുപ്പ് നടപടിയെടുക്കണമെന്ന് നാട്ടുകാരാവശ്യപ്പെടുന്നു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK ഗോപകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആൽബർട്ട് K സണ്ണി, അനിത് C, ഹോർമിസ്, ആര്യലക്ഷ്മി, MV ജയകുമാർ എന്നിവർ പരിശോധനാ സംഘത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി അണക്കരയിൽ SBI ATM കൗണ്ടർ ഇടപാടുകാരെ വട്ടം കറക്കുന്നു. കാലപ്പഴക്കം ചെന്ന മെഷീനിലെ കീപാഡ് നമ്പറുകൾ പൂർണ്ണമായും മാഞ്ഞുപോയതോടെ പണം പിൻവലിക്കാനാകാതെ വലയുകയാണ് നാട്ടുകാർ. പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ബാങ്കിംഗ് സേവനങ്ങൾ വിരൽത്തുമ്പിലാണെന്ന് അവകാശപ്പെടുമ്പോഴും വിരലമർത്താൻ കീപാഡിൽ അക്കങ്ങളില്ലാതെ വലയുകയാണ് ഇടുക്കി അണക്കരയിലെ SBI ഇടപാടുകാർ. കാലപ്പഴക്കം ചെന്ന മെഷീനിലെ അക്കങ്ങൾ മാഞ്ഞുപോയതോടെ പണം പിൻവലിക്കാനാവാതെ നട്ടം തിരിയുകയാണ് നൂറുകണക്കിന് ആളുകൾ. ഇടുക്കി അണക്കര ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറിന്റെ അവസ്ഥയാണിത്. പുറമേ നിന്ന് നോക്കിയാൽ ആധുനികമെന്ന് തോന്നുമെങ്കിലും ഉള്ളിലെ മെഷീൻ കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. കീപാഡിലെ അക്കങ്ങൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായിരിക്കുന്നു. അക്കങ്ങളില്ലാത്ത കീപാഡ് ബട്ടണുകളിലെ പെയിന്റ് പൂർണ്ണമായും ഇളകിപ്പോയതോടെ ഏതാണ് 1 എന്നും ഏതാണ് 9 എന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പിൻ നമ്പർ തെറ്റായി അടിച്ചുപോകുന്നതുമൂലം പലരുടെയും ATM കാർഡുകൾ ബ്ലോക്ക് ആവുന്നത് പതിവാകുന്നു. കാഴ്ചശക്തി കുറഞ്ഞ മുതിർന്ന പൗരന്മാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്നത് ഇവരുടെ സുരക്ഷയെപ്പോലും ബാധിക്കുന്നുണ്ട്. പണമെടുക്കാൻ വന്നാൽ മിനിറ്റുകളോളം ഭാഗ്യം പരീക്ഷിക്കേണ്ട അവസ്ഥയാണ്. അക്കങ്ങൾ കാണാനില്ലാത്തതുകൊണ്ട് ഊഹം വെച്ച് അമർത്തണം. 3 വട്ടം തെറ്റിയാൽ കാർഡ് ലോക്കാകും. ഇത് വലിയൊരു കെണിയാണ്. നമ്മൾ ഇത് ഗസ് ചെയ്തിട്ട് വേണം ഓരോ നമ്പറും മനസ്സിലാക്കാനായിട്ട്. ചില പ്രായമുള്ള ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തന്നെ സമയം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു 5 ഇരട്ടി സമയം എടുത്തിട്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റണം. അത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് ഈ ഒരു പ്രതിസന്ധി കൂടി ഉണ്ട്. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും തോട്ടം തൊഴിലാളികളും ആശ്രയിക്കുന്ന ഈ കൗണ്ടറിന്റെ അവസ്ഥ അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും മെഷീൻ മാറ്റാം എന്ന പല്ലവി മാത്രമാണ് മറുപടിയായി ലഭിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് വാചാലരാകുന്ന ബാങ്ക് അധികൃതർ ഒരു കീപാഡ് മാറ്റാൻ പോലും തയ്യാറാകാത്തത് ഇടപാടുകാരോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഉയരുന്ന വിമർശനം. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമോ എന്നതാണ് അണക്കരക്കാരുടെ ചോദ്യം. സിറ്റി വിഷൻ, അണക്കര. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിൽ മധ്യവയസ്കന്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 2 ആഴ്ചത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ കണ്ടെത്തിയത്. ഇന്ന് ബന്ധുക്കൾ എത്തിയ ശേഷം സംഭവത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു 65-കാരനായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹം അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിൽ കണ്ടെത്തിയത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മൃതദേഹത്തിന് 2 ആഴ്ചത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ 4 മാസം മുൻപ് വരെ അടിമാലിയിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. നിരന്തരമായ മദ്യപാനത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. പിന്നീട് സ്വദേശത്തേക്ക് പോയില്ല. അടിമാലി മേഖലയിൽ കൂലിവേലിയുമായി പിന്നീട് കഴിയുകയായിരുന്നു. അടുത്ത ദിവസം മുതൽ ഈ കെട്ടിടത്തിൽ ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾ കെട്ടിടത്തിലെത്തിയപ്പോഴാണ് മൃതദേഹം കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കെട്ടിട ഉടമയെയും പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് എത്തി പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. മരണകാരണം വ്യക്തമായിട്ടില്ല. ഇന്ന് ബന്ധുക്കൾ എത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കുമളി ചോറ്റുപാറയ്ക്ക് സമീപം ടൂറിസ്റ്റ് ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ശിവകാശി, ചെന്നൈ, തിരുപ്പൂർ സ്വദേശികൾക്കാണ് അപകടം സംഭവിച്ചത്. കുമളിയിൽ നിന്നും സത്രത്തിലേക്ക് വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചോറ്റുപാറയിലെ വളവിൽ വെച്ച് എതിരെ വന്ന തീർത്ഥാടകരുടെ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച ബൈക്കിനെ രക്ഷിക്കാനായി ജീപ്പ് വെട്ടിച്ചുമാറ്റുകയായിരുന്നു. ഇതിനിടെ നിയന്ത്രണം വിട്ട ജീപ്പ് റോഡരികിലേക്ക് മറിയുകയായിരുന്നു. ശിവകാശി സ്വദേശികളായ ഹരിഹര പാണ്ഡ്യൻ, അഭിഷേക് പാണ്ഡ്യൻ, ചെന്നൈ സ്വദേശികളായ സുബർണ, സബർണ, തിരുപ്പൂർ സ്വദേശികളായ പ്രവീൺ, ഹരി, ജീപ്പ് ഡ്രൈവർ കുമളി സ്വദേശി സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശിവകാശി സ്വദേശി ഹരിഹര പാണ്ഡ്യനെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് പ്രാഥമിക വിവരം. സിറ്റി വിഷൻ, കുമളി. 2018 പ്രളയത്തിൽ തകർന്ന പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഇനിയും യാഥാർത്ഥ്യമായില്ല. പഴയ മൂന്നാറിൽ മുതിരപ്പുഴയ്ക്ക് കുറുകെയായിരുന്നു തകർന്ന ഈ പാലം സ്ഥിതി ചെയ്തിരുന്നത്. പാലമില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയിലാണ് ഉള്ളത്. 2018 പ്രളയത്തിൽ മുതിരപ്പുഴയാറ്റിലുണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലായിരുന്നു പഴയ മൂന്നാറിൽ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഒഴുകിപ്പോയത്. പ്രളയാനന്തരം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തകർന്ന പാലത്തിനു പകരം പുതിയ പാലം നിർമ്മിക്കുന്ന നടപടി എങ്ങുമെത്താതെ അനന്തമായി നീളുകയാണ്. ചൊക്കനാട്, പഴയ മൂന്നാർ മേഖലകളിലെ ആളുകളായിരുന്നു പ്രധാനമായും തകർന്ന പാലങ്ങളെ ആശ്രയിച്ചു വന്നിരുന്നത്. പാലങ്ങളില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. ഈ പാലം ഇപ്പം പൊട്ടിപ്പോയിട്ട് 7 കൊല്ലമായി ഈ പാലം പൊട്ടിയിട്ട്. ഇതുവരെ പാലത്തിന്റെ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ ഈ ഇലക്ഷൻ ഇപ്പോൾ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തിന് മാത്രം 1,15 ലക്ഷം രൂപ നമ്മുടെ MLA ഫണ്ടിൽ MLA രാജ വന്നിട്ട് അതിന്റെ ഫണ്ട് വെച്ചിട്ട് അത് ഇപ്പോൾ നടപടിയാക്കാന്ന് പറഞ്ഞ് ഇലക്ഷന് മുമ്പിൽ തന്നെ ഇതിന്റെ പണി തുടങ്ങുമെന്ന് പറഞ്ഞു. അതിന്റെ വാർത്തകളൊക്കെ പത്രത്തിലെ വാർത്തകളൊക്കെ വിട്ടായിരുന്നു. ഇനി ഇതുവരെ അതിന്റെ ഒരു നടപടിയും ആയിട്ടില്ല. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുമെന്നും തുക അനുവദിച്ചുവെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പ് ഉണ്ടായി. പക്ഷേ നിർമ്മാണ കാര്യത്തിൽ മാത്രം പുരോഗതി ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കാൻ തങ്ങൾക്ക് അധിക തുകയും സമയവും ചിലവാക്കേണ്ടി വരുന്നുവെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട്. തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര നടത്തിയിരുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. എല്ലാവിധ ഗുണ്ടായുസത്തെയും നേരിടുന്ന ധീരനായ പോരാളിയായിരുന്നു ജോസഫ് എന്ന ഉടുമ്പൻചോല MLA MM മണി. VM ജോസഫ് അനുസ്മരണ ദിനാചരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സേനാപതി വട്ടപ്പാറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവും വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CITU ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവുമായിരിക്കെ 1989 ജനുവരി 15-നാണ് VM ജോസഫ് നിര്യാതനായത്. സേനാപതി പഞ്ചായത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്കായി നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു VM ജോസഫ്.
37ാമത് VM ജോസഫ് അനുസ്മരണം വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. അനുസ്മരണത്തോടനുബന്ധിച്ച് പതാക ഉയർത്തിയ ശേഷം വട്ടപ്പാറ ടൗണിലേക്ക് പ്രകടനം നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ ഗുണ്ടായിസത്തെയും നേരിടുന്ന ധീരനായ പോരാളിയായിരുന്നു ജോസഫ് എന്ന് അദ്ദേഹം പറഞ്ഞു. ജോസഫ് എല്ലാവിധ ഗുണ്ടായിസത്തെ നേരിടുന്ന ധീരനായ പോരാളിയായിരുന്നു. ഇവിടെ വെങ്ങലപ്പാറയിലും ഗാന്ധിപ്പാറയിലും കാറ്റൂരിയിലും എല്ലാം തോട്ട ഉടമകൾ ഗുണ്ടായിസം ഉപയോഗിച്ചാണ് നമ്മൾ നേരിട്ടുള്ളത്. അതിൻ്റെ കരുതി ജോസഫ് ആശാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്ന് പ്രസ്ഥാനത്തിലുള്ളവർ ഇന്നും തോട്ടമുണ്ടാവും അന്നത്തെ പ്രതികൂല സാഹചര്യം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ അനുസ്മരണ സന്ദേശം നൽകി. ഏരിയ സെക്രട്ടറി VV ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ജോണി അനുസ്മരണ ദിനാചരണത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, വട്ടപ്പാറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,145 രൂപ, പവന് 1,05,160 രൂപ, വെള്ളി ഗ്രാമിന് 306 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ LDFിൽ ഭിന്നത, ഘടകകക്ഷിയായ ജനതാദൾ എസ് പരസ്യ പ്രതികരണവുമായി രംഗത്ത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം LDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. കേരള കോൺഗ്രസ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായി. ഇടുക്കി ജില്ലാസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിലായി. കഴിഞ്ഞ ദിവസം രാവിലെ 9-ന് പാറേമാവിലുള്ള 10 ഏക്കർ കോളനി നിവാസികളാണ് കടുവയെ കണ്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.